ഗായ്സ്, ഞാനിന്ന് വന്നിരിക്കും പുതിയൊരു വീഡിയോയിലോട്ടാണ്. ചെങ്ങന്നൂർ അമ്പലത്തിൽ തൃപ്പൂത്ത് ആറാട്ടാണ് ഇന്ന്. ഇതാണ് എൻ്റെ ലുക്ക്, ഇതാണ് എൻ്റെ താലപ്പൊലി. ഒത്തിരി ഭക്തജനങ്ങൾ ദേവിക്ക് വേണ്ടി സമർപ്പിക്കാൻ ഓരോരുത്തരുടെ കയ്യിലും ഓരോ താൽപ്പൊലി വേദം ഉണ്ടായിരുന്നു. കണ്ടോ, എല്ലാവരെയും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ താൽപ്പൊലി. ഒത്തിരി നേരം ഞങ്ങൾ അവിടെ നിന്നു. ഒത്തിരി പേരുണ്ടായിരുന്നു, അതുകൊണ്ട് ചെറുകെ പോകത്തുള്ളായിരുന്നു. പുറകില് ദേവി വരുന്നുണ്ട്, കണ്ടോ? നല്ല ഭംഗിയില്ലേ എല്ലാരും കൂടെ നിൽക്കുന്നതാണ്. ഇടയ്ക്ക് എനിക്ക് 5-6 ഇടിയൊക്കെ കിട്ടി ഇതിനകത്തുനിന്ന്, തെള്ളിനകത്തുനിന്നൊക്കെ. കണ്ടോ, എല്ലാരും പോവാ അങ്ങോട്ട്. നല്ല സുന്ദരിമണികളായിട്ട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു തണലത്ത് കയറി നിന്നു. ദേവിക്ക് സമർപ്പിക്കാൻ അവിടെ ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടവിടെ നിന്നു. അങ്ങനെ ഞങ്ങളൊരു തണലത്ത് മാറി നിന്നു. അപ്പൊ ദേവിക്ക് വേണ്ടി അവിടെ ചെണ്ടമേളമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, കണ്ടോ? അവിടുന്ന് ദേവി വരുന്നതേ ഉള്ളൂ കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ലേ? അത് കഴിഞ്ഞ് ഞങ്ങള് അമ്പലത്തിൽ വന്നിട്ടുണ്ടോ. ശിവന്റെ ആയിട്ട് പാർവതിദേവിയെ നോക്കി അവിടെ നിപ്പുണ്ട്. പാർവതിദേവി അങ്ങുന്ന് വരുന്നതേ ഉള്ളൂ. ശിവനവിടെ കാത്തിരിക്കാണ് ദേവിയെ. അത് കഴിഞ്ഞ് ദേവി ദേണ്ട് അവിടുന്ന് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ ശിവൻ തിടമ്പേറ്റി തലയില്. അപ്പൊ പാർവതി ദേവി ദേണ്ട് വരുന്നുണ്ട് കേട്ടോ, കണ്ടോ? പിന്നെയും ശിവൻ തിരിയാൻ പോവാണ്. അത് കഴിഞ്ഞ് ദേവിയെ സ്ത്രീകരിക്കണം. അപ്പൊ ദേവി ഇങ്ങനെ വരുവാണ്. അത് കഴിഞ്ഞ് അവരടുത്തെത്താറായി. അത് കഴിഞ്ഞ് അവരായിട്ടുള്ള ഒരു ഭാഷയിൽ അവരെന്തൊക്കെയോ പറഞ്ഞു. ശിവൻ തുമ്പിക്കൈ കൊണ്ട് ദേവിയെ സ്വീകരിച്ചു, കണ്ടോ? ഇനി അവരൊന്നിച്ച് അമ്പലത്തിന് ചുറ്റും വലം വെക്കുന്നതാണ് നിങ്ങൾ ഇനിയും കാണാൻ പോകുന്നത്. അവര് രണ്ടും കൂടെ ഉള്ളത് ഒത്തിരി ഭക്തജനങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു, കണ്ടോ? എന്നിട്ട് അവര് നടക്കുവാണ്. ഇപ്പൊ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ജനങ്ങൾ ആ ദേവിക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നതെന്ന്. ഒരു വലിയൊരു ജനക്കൂട്ടം തന്നെയായിരുന്നു അവിടെ, കണ്ടോ? അപ്പൊ ആനയൊക്കെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരാം. ബൈ ബൈ.